ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാനാണ്. വളരെ ഈസിയായി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇത് പനീർ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. നമ്മുടെ പനീർ ബട്ടർ മസാല വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബട്ടർ നാൻ എങ്ങനെയാ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ് ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണിത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആണ്. അതിൽ 1/2 ടേബിൾ സ്പൂൺ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് ഒരു പകുതി ആകുമ്പോഴേക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ആദ്യം ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ബാക്കി 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴയ്ക്കണം. ഒരു 15 മിനിറ്റ് എങ്കിലും കുഴയ്ക്കണം. അപ്പോഴേ ഡോ നല്ല സോഫ്റ്റ് ആവുള്ളൂ. എനിക്കിവിടെ 1/4 കപ്പ് വെള്ളമേ വേണ്ടി വന്നുള്ളൂ. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും മിനിമം കുഴയ്ക്കണം. അപ്പൊ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയി. ഇത്രയും സോഫ്റ്റ് ആകുന്ന വരെ നിങ്ങളും കുഴയ്ക്കണം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തേച്ചു കൊടുക്കാം. അപ്പൊ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഡ്രൈ ആയി പോവില്ല. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പോ ഇല്ലെങ്കിൽ ഒരു ക്ലോത്തോ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് 2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. കണ്ടോ, ഇപ്പൊ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയി. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഒരു മീഡിയം സൈസ് ബോളാണ് ഞാൻ എടുക്കുന്നത്. ബാക്കി വരുന്നത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. വർക്ക് ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പരത്തിയെടുക്കാം. ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക. അപ്പൊ ഞാൻ ഒരു റാൻഡം ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സൈഡിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷോ കയ്യോ കൊണ്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന തവയിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം തേച്ച സൈഡ് താഴെ വരുന്ന രീതിക്ക് വേണം വെക്കാൻ. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. കണ്ടോ, നല്ല ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങും. അപ്പൊ തവ എടുത്ത് ഇങ്ങനെ തിരിച്ച് ഈ ഫ്ലെയിമിലേക്ക് ഇങ്ങനെ കാണിക്കാം. നമ്മൾ വെള്ളം തേച്ചത് കൊണ്ട് നാൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. നോൺ സ്റ്റിക്കിൽ ഈ മെത്തേഡ് വർക്ക് ആവൂല. അപ്പൊ എല്ലാ സൈഡും ഇങ്ങനെ ചുറ്റിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത്രയും റോസ്റ്റ് ആയാൽ മതി. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ നാൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, താഴെ ഒന്നും കരിഞ്ഞിട്ടില്ല, നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഒരു ബൗളിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് മിക്സ് ആക്കാം. എന്നിട്ട് നാനിലേക്ക് തേച്ച് കൊടുക്കാം. മല്ലിയില ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈവൻ ബട്ടർ തേക്കുന്നത് ഓപ്ഷണൽ ആണ്. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വരുന്ന മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഉണ്ടാക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പെടുത്ത് വെളിയിൽ വെച്ചാൽ മതി. എന്നിട്ട് സെയിം പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പൊ ഞാൻ നാനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ നാൻ ഉണ്ടാക്കിയത്. ഒട്ടും തന്നെ ഡിഫിക്കൽട്ട് അല്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഇന്നിവിടെ പനീർ ബട്ടർ മസാലയുടെ കൂടെയാണ് കഴിക്കുന്നത്. പനീർ ബട്ടർ മസാലയുടെ വീഡിയോ കാണാത്തവർക്കായി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇവിടെ കാർഡും കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നാൻ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.